ഹായ് ഫ്രണ്ട്സ്, +1 ബയോളജിയിലെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും നീറ്റ് എക്സാമിനും മറ്റ് എൻട്രൻസ് എക്സാമുകൾക്കും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നീറ്റ് ബയോളജി എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ കേടെറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാം, സെറ്റ് സുവോളജി എക്സാം എന്നിവ എഴുതുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ രീതിയിൽ മുൻ വർഷങ്ങളിൽ വിവിധ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ ചാപ്റ്റർ വൈസായി തുടർന്നും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇലിയം ഓപ്പൺസ് ഇൻറ്റു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Serosa is the innermost layer of the alimentary canal. Ileum is a highly coiled part. Vermiform appendix arises from duodenum. ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇലിയം ഓപ്പൺസ് ഇൻറ്റു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇലിയം. ഇലിയം ഓപ്പൺ ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. അതുകൊണ്ട് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് വൺ, സീറോസ ഈസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി അലിമെൻ്ററി കനാൽ. നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ് സീറോസ. അതിനുശേഷം ലോഞ്ചിറ്റ്യൂജിനൽ മസിൽസും സർക്കുലാർ മസിൽസും ചേർന്ന് ഫോം ചെയ്യുന്ന മസ്കുലാരിസ് എക്സ്റ്റേണ എന്ന് പറയുന്ന ലെയറും, അതിനുശേഷം സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറും, ഇന്നർമോസ്റ്റ് ലെയറാണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്, കാരണം സീറോസ ഔട്ടർമോസ്റ്റ് ലെയറാണ്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വേർമിഫോം അപ്പൻഡിക്സ് അറൈസ് ഫ്രം ഡിയോഡിനം. ഈ വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്. ഈ വേർമിഫോം അപ്പൻഡിക്സ് അറൈസ് ചെയ്യുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സീക്കത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സി ആണ്. ഇലിയം ഈസ് എ ഹൈലി കോയിൽഡ് പാർട്ട്. നമ്മുടെ അലിമെൻ്ററി കനാലിലെ ഹൈലി കോയിൽഡ് പാർട്ടാണ് ഇലിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ സി. നെക്സ്റ്റ് വൺ, മാച്ച് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ലൊക്കേഷൻ ഇൻ ഓർഗൻസ്. ക്രിബ്സ് ഓഫ് ലീബർകുൻ, ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ, islets of Langerhans, Brunner's glands. Pancreas, duodenum, small intestine, liver. ആദ്യം നമുക്ക് ക്രിബ്സ് ഓഫ് ലീബർകുൻ എവിടെയാണ് കാണപ്പെടുന്നത് നോക്കാം. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലസ്. ഈ വില്ലസുകൾക്കിടയിൽ കാണപ്പെടുന്ന ഈ ക്രിബ്സിനെയാണ് ക്രിബ്സ് ഓഫ് ലീബർകുൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിബ്സ് ഓഫ് ലീബർകുൻ കാണപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. നെക്സ്റ്റ് വൺ, ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡാണ് ലിവർ. ലിവറിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സിനെയാണ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു തിൻ കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിനെയാണ് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്ലിസൺസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നത് ലിവറിലാണ്. നെക്സ്റ്റ് വൺ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിൽ എൻഡോക്രൈൻ പാർട്ടും എക്സോക്രൈൻ പാർട്ടും കാണപ്പെടുന്നുണ്ട്. പാൻക്രിയാസിലെ എൻഡോക്രൈൻ പാർട്ടിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ സെൽസാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ തുടങ്ങിയ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് പാൻക്രിയാസിലാണ്. നെക്സ്റ്റ് വൺ, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്സ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡിനം. ഡിയോഡിനത്തിലെ സബ് മ്യൂക്കോസയിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ്സ് ആണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്സ് കാണപ്പെടുന്നത് ഡിയോഡിനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഡി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ഡിസ്ക്രൈബ്സ് ഹ്യൂമൻ ഡെൻറ്റീഷൻ? ഡൈഫിയോഡോൺ,
ഹോമോഡോണ്ട്. തീക്കോഡോണ്ട്, ഡൈഫിയോഡോണ്ട്, ഹെട്രോഡോണ്ട്. പ്ലൂറോഡോണ്ട്, മോണോഫിഡോണ്ട്, ഹോമോഡോണ്ട്. പ്ലൂറോഡോണ്ട്, ഡൈഫിയോഡോണ്ട്, ഹെട്രോഡോണ്ട്. ഹ്യൂമൻ ബീയിങ്സിൽ അവരുടെ ജീവിതകാലയളവിനുള്ളിൽ 2 സെറ്റ് പല്ലുകളാണ് വരുന്നത്. ജനിച്ചതിന് ശേഷം ആദ്യം വരുന്ന പല്ലുകൾക്കാണ് മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ഡെസിഡ്വസ് ടീത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ സെറ്റ് പല്ലുകളെയാണ് പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 2 സെറ്റ് പല്ലുകൾ ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഡെന്റീഷനാണ് ഡൈഫിയോഡോണ്ട് ഡെന്റീഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്സിൽ 32 പെർമനന്റ് ടീത്തുകളാണ് കാണപ്പെടുന്നത്. ഈ 32 പല്ലുകളിൽ 4 വിവിധ തരം പല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഇവയാണ് ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമൊളാർസ്, മൊളാർസ് എന്നിവ. ഇത്തരത്തിൽ വ്യത്യസ്ത തരം പല്ലുകൾ കാണപ്പെടുന്ന തരത്തിലുള്ള ഡെന്റീഷനാണ് ഹെട്രോഡോണ്ട് ഡെന്റീഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഹ്യൂമൻ ബീയിങ്സിൽ ജോ ബോൺസിൽ കാണപ്പെടുന്ന സോക്കറ്റ്സിലാണ് ഈ പല്ലുകൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡെന്റീഷനാണ് തീക്കോഡോണ്ട് ഡെന്റീഷൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബി ആണ്, തീക്കോഡോണ്ട്, ഡൈഫിയോഡോണ്ട് ആൻഡ് ഹെട്രോഡോണ്ട്. നെക്സ്റ്റ് വൺ, എ ബേബി ബോയ് ഏജ്ഡ് 2 years is admitted to play school and passes through a dental checkup. The dentist observed that the boy had 20 teeth. Which teeth were absent? Canines, molars, premolars, incisors. 2 വയസ്സായ ഒരു കുട്ടിയിൽ കാണപ്പെടുന്നത് ജനിച്ചതിന് ശേഷം ആദ്യം വരുന്ന പല്ലുകളായ മിൽക്ക് ടീത്ത് ആയിരിക്കും. മിൽക്ക് ടീത്തിൽ ആകെ പല്ലുകളുടെ എണ്ണം 20 ആണ്. ഈ 20 പല്ലുകളിൽ 8 ഇൻസിസേഴ്സും 4 കനൈൻസും 8 മൊളാർസുമാണ് കാണപ്പെടുന്നത്. ഈ മിൽക്ക് ടീത്തിൽ പ്രീമൊളാർസ് കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, പ്രീമൊളാർസ്. നെക്സ്റ്റ് വൺ, വിച്ച് സെൽസ് ഓഫ് ദി ക്രിപ്സ് ഓഫ് ലീബർകുൻ സെക്രീറ്റ് ആൻറ്റിബാക്ടീരിയൽ ലൈസോസൈം? പാനത്ത് സെൽസ്, കുപ്പർ സെൽസ്, സൈമോജൻ സെൽസ്, അർജന്റാഫിൻ സെൽസ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലസുകൾക്കിടയിൽ കാണപ്പെടുന്ന ക്രിപ്സ് ആണ് ക്രിപ്സ് ഓഫ് ലീബർകുൻ എന്ന് പറയുന്നത്. ഈ ക്രിപ്സ് ഓഫ് ലീബർകുനിൽ താഴെയായി കാണപ്പെടുന്ന സെൽസാണ് പാനത്ത് സെൽസ്. ഈ പാനത്ത് സെൽസ് ആൻറ്റിബാക്ടീരിയൽ എൻസൈമായ ലൈസോസൈം സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന സെൽസാണ് സൈമോജൻ സെൽസ് അല്ലെങ്കിൽ പെപ്റ്റിക് സെൽസ്. ഈ സെൽസാണ് പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈമായ പെപ്സിനോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലിവറിൽ കാണപ്പെടുന്ന ഒരു ഫാഗോസൈറ്റിക് സെല്ലാണ് കുപ്പർ സെൽ. അതുപോലെ തന്നെ നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സെൽസാണ് അർജന്റാഫിൻ സെൽസ്. ഇവ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന ക്രിപ്സ് ഓഫ് ലീബർകുനിൽ ഇവ കാണപ്പെടുന്നുണ്ട്. ഇവ സെക്രീറ്റിൻ, അതുപോലെ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമൈൻ അല്ലെങ്കിൽ സെറട്ടോണിൻ എന്നീ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, പാനത്ത് സെൽസ്. പാനത്ത് സെൽസ് ആണ് ആൻറ്റിബാക്ടീരിയൽ ലൈസോസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഹോർമോൺസ് ഡു സ്റ്റിമുലേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈകാർബണേറ്റ്? ആൻജിയോടെൻസിൻ ആൻഡ് എപ്പിനെഫ്രിൻ, ഗ്യാസ്ട്രിൻ ആൻഡ് ഇൻസുലിൻ, കോളിസിസ്റ്റോകൈനിൻ ആൻഡ് സെക്രീറ്റിൻ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാണ് കോളിസിസ്റ്റോകൈനിൻ അല്ലെങ്കിൽ CCK എന്ന് പറയുന്നത്. ഈ കോളിസിസ്റ്റോകൈനിൻ ഗാൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇത്തരത്തിൽ ഗാൾ ബ്ലാഡർ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ബൈൽ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കോളിസിസ്റ്റോകൈനിൻ പാൻക്രിയാസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് പാൻക്രിയാറ്റിക് ജ്യൂസിലേക്ക് ഡൈജസ്റ്റീവ് എൻസൈംസ് റിലീസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു.
ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് സെക്രീറ്റിൻ. പാൻക്രിയാറ്റിക് ജ്യൂസിലേക്ക് ബൈകാർബണേറ്റ്സ് റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് സെക്രീറ്റിൻ. അതുപോലെ തന്നെ ഈ സെക്രീറ്റിൻ ബൈലിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുകയും ഗ്യാസ്ട്രിക് സെക്രീഷനും മോട്ടിലിറ്റിയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, കോളിസിസ്റ്റോകൈനിൻ ആൻഡ് സെക്രീറ്റിൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗാർഡ്സ് ദി ഓപ്പണിംഗ് ഓഫ് ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ് ഇൻ ടു ദി ഡിയോഡിനം? പൈലോറിക് സ്ഫിങ്ക്റ്റർ, സെമിലൂണാർ വാൽവ്, സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി, ഇലിയോസീക്കൽ വാൽവ്. നമ്മുടെ ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഡക്റ്റിനെയാണ് ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ലിവറിൽ നിന്ന് വരുന്ന കോമൺ ബൈൽ ഡക്റ്റും പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഈ പാൻക്രിയാറ്റിക് ഡക്റ്റും ചേർന്നാണ് ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ് ലിവറിൽ നിന്നും വരുന്ന ബൈലും അതുപോലെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഈ ഡിയോഡിനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ് ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്ത് കാണപ്പെടുന്ന സ്ഫിങ്ക്റ്ററാണ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡി. നെക്സ്റ്റ് വൺ, ദി പ്രൈമറി ഡെന്റീഷൻ ഇൻ ഹ്യൂമൻ differs from permanent dentition in not having one of the following type of teeth: molars, canines, incisors, premolars. പെർമനൻറ്റ് ടീത്തിൻ്റെ ഡെൻ്റൽ ഫോർമുലയാണ് 2 1 2 3 ഡിവൈഡഡ് ബൈ 2 1 2 3 ഇൻറ്റു 2 32. അതായത് പെർമനൻറ്റ് ടീത്തിൽ 8 കനൈൻസും 4 ഇൻസിസേഴ്സും 8 പ്രീമൊളാർസും 12 മൊളാർസുമാണ് കാണപ്പെടുന്നത്. അങ്ങനെ ടോട്ടൽ 32 പല്ലുകളാണ് പെർമനൻറ്റ് ഡെന്റീഷനിൽ കാണപ്പെടുന്നത്. അതേസമയം മിൽക്ക് ടീത്തിൽ ഡെൻ്റൽ ഫോർമുല 2 1 0 2 ഡിവൈഡഡ് ബൈ 2 1 0 2 ഇൻറ്റു 2 = 20. അതായത് മിൽക്ക് ടീത്തിൽ 8 ഇൻസിസേഴ്സും 4 കനൈൻസും 8 മൊളാർസുമാണ് കാണപ്പെടുന്നത്. അതേസമയം ഇതിൽ പ്രീമൊളാർസ് ആബ്സെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, പ്രീമൊളാർസ്. നെക്സ്റ്റ് വൺ, വേർ ഡു സെർട്ടൈൻ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് നോർമലി ഒക്കർ ഇൻ ഹ്യൂമൻ ബോഡി? സീക്കം, ഓറൽ ലൈനിങ് ആൻഡ് ടങ് സർഫസ്, വെർമിഫോം അപ്പൻഡിക്സ് ആൻഡ് റെക്റ്റം, ഡിയോഡിനം. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സീക്കം എന്നറിയപ്പെടുന്നത്. ഈ സീക്കൽ റീജിയനിൽ ഒരുപാട് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് കാണപ്പെടുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, സീക്കം. നെക്സ്റ്റ് വൺ, ഫോർ ഇറ്റ്സ് ആക്ടിവിറ്റി കാർബോക്സിപെപ്റ്റിഡേസ് റിക്വയേഴ്സ് സിങ്ക്, നിയാസിൻ, അയൺ, കോപ്പർ. പാൻക്രിയാസ് സിന്തസൈസ് ചെയ്യുന്ന ഒരു ഡൈജസ്റ്റീവ് എൻസൈമാണ് ഈ കാർബോക്സി പെപ്റ്റിഡേസ്. സിങ്ക് അയൺസ് ആണ് ഈ എൻസൈമിൽ മെറ്റൽ അയൺ കോഫാക്ടറായി പ്രവർത്തിക്കുന്നത്. പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് കാർബോക്സി പെപ്റ്റിഡേസ്. അതുകൊണ്ട് ആൻസർ എ ആണ്, സിങ്ക്. വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദി പാൻക്രിയാറ്റിക് ജ്യൂസ് which is poured into the duodenum in humans is trypsinogen, chymotrypsin, trypsin, enterokinase. നമ്മുടെ അലിമെൻ്ററി കനാലിൽ സ്റ്റൊമക്കിന് ശേഷം വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡിനം. ഒരു സി ഷേപ്പിലാണ് ഈ ഡിയോഡിനം കാണപ്പെടുന്നത്. ഈ ഡിയോഡിനത്തിലേക്കാണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് വഴിയാണ് ലിവറിൽ നിന്ന് വരുന്ന ബൈലും അതുപോലെ പാൻക്രിയാസിൽ നിന്നും വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും
ഈ ഡിയോഡിനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്ന പ്രോ എൻസൈംസ് ആണ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്നിവ. ഈ 3 എൻസൈമുകളും ഇനാക്റ്റീവാണ്. ഈ ഇനാക്റ്റീവായ ട്രിപ്സിനോജനെ ആക്റ്റീവ് ഫോമായ ട്രിപ്സിനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻറ്റസ്റ്റൈനൽ പ്രോട്ടിയേസ് ആണ് എൻട്രോകൈനേസ്. ഈ എൻട്രോകൈനേസിൻ്റെ ആക്ഷൻ വഴി ട്രിപ്സിനോജൻ ആക്റ്റീവ് ട്രിപ്സിനായി മാറുകയും അതിനുശേഷം ഈ ട്രിപ്സിനാണ് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനായും അതുപോലെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസായും മാറ്റുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ട്രിപ്സിനോജനാണ്. കാരണം ഡിയോഡിനത്തിലേക്ക് എത്തിച്ചേരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്നത് ഇനാക്റ്റീവ് ഫോമിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ട്രിപ്സിനോജൻ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദി നോർമൽ അഡൾട്ട് ഹ്യൂമൻ ഡെൻറ്റൽ ഫോർമുല? ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സി ആണ് കറക്റ്റ് ആൻസർ. 2123 ഡിവൈഡഡ് ബൈ 2123. നെക്സ്റ്റ് വൺ, 2 friends are eating together on a dining table. One of them suddenly starts coughing while swallowing some food. This coughing would have been due to improper movement of epiglottis, neck, diaphragm, tongue. എപ്പിഗ്ലോട്ടിസിൻ്റെ ഇംപ്രോപ്പർ മൂവ്മെൻറ്റ് കാരണമാണ് ഇത്തരത്തിൽ കഫിംഗ് സംഭവിച്ചത്. നമ്മുടെ ഫാരിങ്സിൻ്റെ ലോവസ്റ്റ് പാർട്ടിൽ കാണപ്പെടുന്ന 2 അപ്പർച്ചേഴ്സാണ് ഗ്ലോട്ടിസ് അതുപോലെ ഗുള്ളിറ്റ് എന്നിവ. ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. അതേസമയം ഈസോഫാഗസിലേക്ക് ലീഡ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് ഗുള്ളിറ്റ്. നമ്മൾ ഭക്ഷണം സ്വാളോ ചെയ്യുന്ന സമയത്ത് ഈ ഭക്ഷണം ഗ്ലോട്ടിസിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി ഗ്ലോട്ടിസിനെ കവർ ചെയ്യുന്ന ഒരു കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ച സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ്. ഈ ട്രക്കിയക്കകത്തേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നത് തടയുന്നത് ഈ എപ്പിഗ്ലോട്ടിസ് ആണ്. ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഇംപ്രോപ്പർ മൂവ്മെൻറ്റ് കാരണമാണ് ഭക്ഷണം സ്വാളോ ചെയ്യുന്ന സമയത്ത് കഫിംഗ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എ ആണ്, എപ്പിഗ്ലോട്ടിസ്. നെക്സ്റ്റ് വൺ, സെക്രീറ്റിൻ ആൻഡ് കോളിസിസ്റ്റോകൈനിൻ ആർ ഡൈജസ്റ്റീവ് ഹോർമോൺസ്. ദേ ആർ സെക്രീറ്റഡ് ഇൻ പൈലോറിക് സ്റ്റൊമക്, ഇലിയം, ഡിയോഡിനം, ഈസോഫാഗസ്. ഡിയോഡിനത്തിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന 2 ഡൈജസ്റ്റീവ് ഹോർമോണുകളാണ് സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനിനും. ആൻസർ ബി. Next one, duodenum has characteristic Brenner's gland which secrete 2 hormones called kinase estrogen, secretin cholecystokinin, prolactin parathormone, estradiol progesterone. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡിയോഡിനൽ റീജിയനിൽ കാണപ്പെടുന്ന ഗ്ലാൻസ് ആണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻസ്. ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ് സെക്രീറ്റിൻ അതുപോലെ കോളിസിസ്റ്റോകൈനിൻ എന്നിവ. ആൻസർ ബി. നെക്സ്റ്റ് വൺ, ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് ആർ പ്രസൻറ്റ് ഇൻ സ്റ്റൊമക്, ഇലിയം, ഈസോഫാഗസ്, ഡിയോഡിനം. ഡിയോഡിനത്തിലാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് കാണപ്പെടുന്നത്. ഡിയോഡിനത്തിലെ സബ് മ്യൂക്കോസയിലാണ് ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് കാണപ്പെടുന്നത്. ആൻസർ ഡി, ഡിയോഡിനം. നെക്സ്റ്റ് വൺ, ദി ലെയർ ഓഫ് സെൽസ് ദാറ്റ് സെക്രീറ്റ് ഇനാമൽ ഓഫ് ടൂത്ത് ഈസ് ഒസ്റ്റിയോബ്ലാസ്റ്റ്, ഒഡോണ്ടോബ്ലാസ്റ്റ്, ഡെൻഡോബ്ലാസ്റ്റ്, അമീലോബ്ലാസ്റ്റ്. ഡെൻഡൈൻ എന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് പ്രധാനമായും ടൂത്ത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ടൂത്തിൻ്റെ ക്രൗൺ പാർട്ടിൽ ഡെൻഡൈനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇനാമൽ. അമീലോബ്ലാസ്റ്റ് സെൽസാണ് ഇനാമൽ സെക്രീറ്റ് ചെയ്യുന്നത്.
ടൂത്തിനകത്ത് കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് പൾപ്പ് ക്യാവിറ്റി. ഈ പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന സെൽസാണ് ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ്. ഈ സെൽസാണ് ഡെൻഡൈൻ സെക്രീറ്റ് ചെയ്യുന്നത്. അതേസമയം ബോൺ ഫോമിംഗ് സെൽസിനെയാണ് ഒസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, അമിലോബ്ലാസ്റ്റ്. നെക്സ്റ്റ് വൺ, ഇൻ വെർട്ടിബ്രേറ്റ്സ് ലാക്ടീൽസ് ആർ ഫൗണ്ട് ഇൻ ഈസോഫാഗസ്, ഇയർ, ഇലിയം, ഇഷിയം. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇലിയം. ഇലിയത്തിലെ ഇന്നർമോസ്റ്റ് ലെയറായ മ്യൂക്കോസയിൽ കാണപ്പെടുന്ന സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ഈ വില്ലസുകൾക്കകത്താണ് ചെറിയ ലിംഫ് വെസൽസായ ലാക്ടീൽസ് കാണപ്പെടുന്നത്. ഈ ലാക്ടീൽസിലേക്കാണ് ലിപ്പോപ്രോട്ടീൻസായ കൈലോമൈക്രോൺസിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ലാക്ടീൽസിൽ നിന്നും തൊറാസിക് ലിംഫാറ്റിക് ഡക്റ്റ് വഴിയാണ് ഈ മോളിക്യൂൾസ് ബ്ലഡ് സ്ട്രീമിൽ എത്തിച്ചേരുന്നത്. അപ്പം അതുകൊണ്ട് ആൻസർ സി ആണ്, ഇലിയം. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വൈറ്റമിൻസ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ബാക്ടീരിയ ഇൻസൈഡ് ദി ഗട്ട്? ഡി, കെ, B1, സി. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഗട്ടിനകത്ത് കാണപ്പെടുന്ന സിംബയോട്ടിക് ബാക്ടീരിയ സിന്തസൈസ് ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B1. ആൻസർ സി. നെക്സ്റ്റ് വൺ, എ പോളിസാക്കറൈഡ് വിച്ച് ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ലിവർ സെൽസ് ഈസ് അറാബിനോസ്, ഗ്ലൈക്കോജൻ, ലാക്ടോസ്, ഗാലക്ടോസ്. ലിവറിനകത്ത് വെച്ച് സിന്തസൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു പോളിസാക്കറൈഡാണ് ഗ്ലൈക്കോജൻ. നെക്സ്റ്റ് വൺ, പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ഹോർമോൺസ് ഓഫ് പാൻക്രിയാസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സെയിം സെൽസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഡിഫറെൻറ്റ് സെൽസ്. പാൻക്രിയാസ് ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡാണ്. പാൻക്രിയാസിലെ എക്സോക്രൈൻ പാർട്ടാണ് ഡയജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം പാൻക്രിയാസിലെ എൻഡോക്രൈൻ പാർട്ടാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ തുടങ്ങിയ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ പാർട്ടിൽ കാണപ്പെടുന്ന 3 സെൽസാണ് ആൽഫ സെൽസും ബീറ്റ സെൽസ്, ഡെൽറ്റ സെൽസ്. ഇതിൽ ആൽഫ സെൽസാണ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റ സെൽസ് ഇൻസുലിനും ഡെൽറ്റ സെൽസ് സൊമാറ്റോസ്റ്റാറ്റിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം എക്സോക്രൈൻ പാർട്ടിൽ കാണപ്പെടുന്ന സെൻട്രോ അസിനാർ സെൽസ് ബൈകാർബണേറ്റ് അയൺസും ബേസോഫിലിക് സെൽസ് ഡയജസ്റ്റീവ് എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ഡിഫറെൻറ്റ് സെൽസ്. സെക്രീറ്റിൻ സ്റ്റിമുലേറ്റ്സ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഗ്യാസ്ട്രിക് ജ്യൂസ്, ബൈൽ, പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ പ്രൊഡക്ഷനാണ് സെക്രീറ്റിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, വാർട്ടൺസ് ഡക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് sublingual salivary gland, parotid salivary gland, submaxillary salivary gland, Brenner's glands. 3 ജോഡി സലൈവറി ഗ്ലാൻഡ്സ് ആണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഓറൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്, സബ്മാക്സിലറി ഓർ സബ്മാൻറ്റിബുലാർ ഗ്ലാൻഡ്. ഇതിനകത്ത് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്സ് ആണ് പരോട്ടിഡ് ഗ്ലാൻഡ്സ്. ഇതിനകത്ത് സബ് മാക്സിലറി ഗ്ലാൻഡ്സുമായി അസോസിയേറ്റ് ചെയ്ത ഡക്റ്റാണ് വാർട്ടൺസ് ഡക്റ്റ്. പരോട്ടിഡ് ഗ്ലാൻഡുമായി അസോസിയേറ്റ് ചെയ്ത ഡക്റ്റാണ് സ്റ്റെൻസൺസ് ഡക്റ്റ്. അതേസമയം സബ്ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡ്സുമായി അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ചെറിയ ഡക്റ്റുകളാണ് ഡക്ട്സ് ഓഫ് റിവിനസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒന്നോ അതിലധികമോ ചെറിയ ഡക്റ്റുകൾ കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്ന മേജർ സബ്ലിംഗ്വൽ ഡക്റ്റാണ് ഡക്റ്റ് ഓഫ് ബാർത്തോളിൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, സബ് മാക്സിലറി സലൈവറി ഗ്ലാൻഡ്. നെക്സ്റ്റ് വൺ, ലാമിന പ്രോപ്രിയ ഈസ് കണക്റ്റഡ് വിത്ത് അസ്നൈ, ലിവർ,
ഗ്രാഫിയൻ ഫോളിക്കിൾ, ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്ന മ്യൂക്കോസ ഒരു 3 ലെയേർഡ് സ്ട്രക്ചറാണ്. ആ മ്യൂക്കോസൽ മെംബ്രെയിൻ്റെ ഔട്ടർ ലെയറാണ് മസ്കുലാരിസ് മ്യൂക്കോസ, മിഡിൽ ലാമിന പ്രോപ്രിയ ആൻഡ് ഇന്നർ സിമ്പിൾ കോളുംനാർ എപ്പിത്തീലിയം. ഇതിനകത്ത് ഈ മിഡിൽ ലെയറാണ് ലാമിന പ്രോപ്രിയ എന്നറിയപ്പെടുന്നത്. ഹൈലി വാസ്കുലാർ കണക്റ്റീവ് ടിഷ്യൂസ് ഉപയോഗിച്ചാണ് ഈ ലെയർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആൻസർ ഡി ആണ്, ഇൻറ്റസ്റ്റൈൻ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദി മെച്ചുറേഷൻ ഓഫ് എറിത്രോസൈറ്റ്സ്? വൈറ്റമിൻ B12, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. എറിത്രോസൈറ്റ്സിൻ്റെ മെച്ചുറേഷൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B12 അല്ലെങ്കിൽ സയനോകൊബാളമീൻ. ആൻസർ എ. ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.